ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിഷു വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ വെളുപ്പിനൊരു 3:40 ആകുമ്പോൾ കേട്ടോ കണി വെക്കാനായിട്ട് എണീച്ചത്. അങ്ങനെ 4:15 തന്നെ ഞാനിതാ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വിളക്ക് കൊളുത്തിയിട്ടുണ്ട്. അപ്പം ഇന്നലെ തന്നെ രാത്രി ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചിരുന്നേ. രാവിലെ എണീറ്റ് കുളിച്ച് വിളക്ക് കത്തിക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ചെയ്യുന്നത് ആദ്യമായിട്ടാട്ടോ അല്ലെങ്കിൽ ഞാൻ രാവിലെ എണീറ്റതിന് ശേഷം ആട്ടോ ഒക്കെ സെറ്റാക്കി വെക്കൽ. അപ്പം ഞാനിങ്ങനെ ഫോണിലൊക്കെ നോക്കിയപ്പം എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് കണ്ടപ്പോൾ അങ്ങനെ ചെയ്തതാണ്. എങ്ങനെയുണ്ട് എൻ്റെ കണി? അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും എന്നെക്കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതാ കണി കണ്ട് തൊഴുതു. നമ്മളിങ്ങനെ പൈസ കുലുക്കിടില്ലേ, 25 പൈസേൻ്റെ കോയിൻ എടുത്ത് വെച്ചിട്ട് അരിയും കൊന്നപ്പൂവും കൂട്ടിയിട്ട്, അപ്പോൾ അതാണ് ചെയ്യുന്നത്. ചാപ്പിയാണോ പുള്ളിയാണോ നോക്കുക. അങ്ങനെ 3 തവണ ചെയ്യും കേട്ടോ. ഇതൊക്കെ ഞാൻ എൻ്റെ അമ്മ ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്യുന്നതാണ്. നിങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടോ കണി വെക്കുമ്പം? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞാൻ കണി കണ്ടതിന് ശേഷം ഇതാ സിയക്കുട്ടീനെയും കൂട്ടിക്കൊണ്ടുവന്നേ. ഇന്നലെ രാത്രി കിടക്കുമ്പോഴേ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, ഞാൻ എണീക്കുന്നതിൻ്റെ മുമ്പ് തന്നെ എൻ്റെ കണ്ണ് പൊത്തണോ അല്ലെങ്കിൽ ഞാൻ കണ്ണ് തുറന്നോ എന്ന്. അപ്പം ഞാൻ അതുപോലെ തന്നെ അവൾ എണീക്കുന്നതിൻ്റെ മുമ്പേ കണ്ണ് പൊത്തിയിട്ടാണ് അവളെ വിളിച്ചത്. അതിന് ശേഷം പിന്നെ ഏട്ടനെയാണ് ഞാൻ കണി കാണിക്കാൻ എണീപ്പിച്ചത്. പക്ഷേ എന്നെ വീഡിയോ എടുക്കാനൊന്നും സമ്മതിച്ചില്ല കേട്ടോ. അതാണ് ഇതിലൊന്നും ഉൾപ്പെടുത്താത്തത്. എന്നിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും കൈനീട്ടം തന്നിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഞാനാട്ടോ ആദ്യം സിയയ്ക്ക് കൈനീട്ടം കൊടുത്തത്. അങ്ങനെ അത് കഴിഞ്ഞേരം പിന്നെ അതാ ഞങ്ങൾ പോപ്പിക്കുട്ടനെയും കണി കാണിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നുണ്ട്. അവൻ്റെ ആദ്യത്തെ വിഷു ആണേത്. അങ്ങനെ കണി കണ്ടിട്ട് അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ആളിതാ അതിലേക്ക് എന്നെ നോക്കി നിൽക്കുകയാണ്. ഞാൻ കരുതി ചിലപ്പം വെളുക്കൊക്കെ കാണുകയാണെങ്കിൽ ചിലപ്പം കയ്യിൽ നിന്ന് പെടഞ്ഞ് കളിക്കുകയോ എന്നൊക്കെ. അവനൊരു കുഴപ്പമില്ല. അതാ മേലെ ഇരുന്ന് താഴോട്ടേക്ക് കണി നോക്കിയിരിക്കുകയാണ്. അകത്തെ കണി എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ കണി പുറത്തേക്ക് കൊലായിൽ കൊണ്ടുവെക്കും കേട്ടോ. അതിന് പുറം കണി വെക്കുക എന്നാണ് പറയുക. ആദ്യമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ വീടിൻ്റെ 3 മൂലയിലായിട്ട് ഇങ്ങനെ ചവല കൂട്ടി കത്തിക്കും ചെയ്യായിരുന്നു. ഇപ്പം ഞാനങ്ങനെ ചെയ്യാറില്ല കേട്ടോ. എൻ്റെ അമ്മയൊക്കെ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ചെറുപ്പത്തിൽ കണി വെച്ചതിന് ശേഷം പിന്നെ ഇതാ ഞങ്ങൾ വേഗം പടക്കം പൊട്ടിക്കാനൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ എല്ലായിടത്തിലും പൊട്ടി തുടങ്ങിയേ ഞങ്ങളാണെന്ന് തോന്നുന്നു അവസാനം പടക്കം പൊട്ടിക്കുന്നത്. 4:15 ആയിട്ട് കണി കാണലും ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പം തന്നെ 4:45 അപ്പം കോമ്പൽ പൊട്ടിക്കാൻ ഏട്ടൻ തന്നെ വേണേ. അത് എനിക്കും പേടിയാണ്. സിയ പിന്നെ പടക്കത്തിൻ്റെ അടുത്തേക്കേ വരില്ല. അവൾക്കും കത്തിക്കുന്നതിനോടാണ് താല്പര്യം. പിന്നെ ഇത് അമിട്ടാണ് കത്തിക്കാൻ പോകുന്നത്. ഒരു 7 എണ്ണമൊക്കെ വരുന്ന ചെറിയ സൈസിൽ വരുന്നില്ലേ, അങ്ങനത്തത്. അങ്ങനെ പൊട്ടിക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ അതാ ഞാൻ സിയക്കുട്ടിയും കൂടെ മേശപ്പൂവും പൂത്തിരിയും അങ്ങനത്തതൊക്കെ കത്തിക്കാൻ പോവാണ്. സിയും കത്തിച്ചിട്ടുണ്ടായിരുന്നേ ഒരുപാട്. പിന്നെ ഞാൻ അധികം ഇതിൽ ഉൾപ്പെടുത്താത്തത് കുട്ടികളെ കൊണ്ട് അങ്ങനെ തീനെ കൊണ്ടും ഒക്കെ ഇതാക്കുന്നത് ചിലപ്പം വയലേഷനൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് യൂട്യൂബിൻ്റെ അടുത്തുനിന്ന്. നമ്മളിങ്ങനെ അപകടകരമായ സാഹചര്യത്തിൽ നിന്നും കുട്ടികളെ ഇതാക്കുന്ന വീഡിയോസൊന്നും എടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ കത്തിക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. അവൾക്കും ഇങ്ങനെ കത്തിക്കാനൊക്കെ ഇഷ്ടമാണ്. അവൾ നെൽച്ചക്രം, മേശപ്പൂവ് അതൊക്കെ കത്തിക്കുകയൊക്കെ ചെയ്യേ. കുറച്ചൊക്കെ കത്തിക്കാനൊക്കെ കൂടിക്കൊടുത്തേരെ പിന്നെ ഞാനിതാ വേഗം എൻ്റെ പണിയിലേക്ക് പോന്നിട്ടോ. ഇന്നിപ്പം ഇവിടെ നിന്നല്ലേ ആഘോഷം ഞങ്ങളുടെ. അപ്പം എല്ലാം ഒരുക്കണ്ടേ. കുറച്ച് നേരത്തെ എല്ലാ പണിയും തീർക്കണം എന്നാട്ടോ കരുതുന്നത്. എന്നാൽ പിന്നെ കുറേ സമയം വർത്താനം പറഞ്ഞിരിക്കാനും ഒക്കെ കഴിയല്ലോ. അപ്പോൾ ആദ്യം തന്നെ അതാ ചോറിന് അവിടെ വെള്ളം വെക്കാമെന്ന് കരുതിയേ. എന്നും വെക്കുന്ന പോലെയല്ലല്ലോ, ഇന്ന് കുറച്ച് അധികം ചോറ് വെക്കണ്ടേ. ഞങ്ങൾക്കാണെങ്കിൽ ആകെ ഒരു 1/2 സേറ് മതി. ഇന്ന് പിന്നെ കുറച്ച് എല്ലാവരും കൂടി ആകുമ്പോൾ എന്തായാലും 2-2.5 സേറിൻ്റെ അടുത്ത് അരിയിടണം. അപ്പോൾ അതിന് ഞാനിതാ വലിയൊരു കലാട്ടോ എടുത്തത്. എനിക്ക് മടിയാണ് ഇങ്ങനത്തെ വിറകടുപ്പിൽ അലൂമിനിയം പാത്രങ്ങൾ വെക്കാനായിട്ട്. ഒന്നാമത് കഴുകിയെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ ഏറ്റവും നല്ലത് നമ്മൾ ഈ കലത്തിലൊക്കെ ചോറ് വെക്കുന്നതാട്ടോ. അതുകൊണ്ട് ഞാൻ അധികം കലവും ചട്ടിയോ അങ്ങനത്തെ തന്നെയാണ് ഈ പുറത്തടുപ്പിലേക്ക് വേണ്ടി വാങ്ങാറുള്ളത്. മറ്റേ അടുപ്പിൽ വെക്കാനായിട്ട് ഇതാ ഞാൻ കടലപ്പരിപ്പാണ് അടുപ്പത്തേക്ക് വെക്കാൻ പോകുന്നത്. നമ്മുടെ കൂട്ടുകാർക്കുള്ള ഞാനിന്ന് സദ്യയും അതുപോലെ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ആട്ടോ ഉണ്ടാക്കുന്നത്. സദ്യ കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടമാണെങ്കിൽ ചിലർക്ക് എരിവാണ് ഇഷ്ടം. അപ്പം രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. സദ്യേൻ്റെ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കുന്നുണ്ട്.
പിന്നെ സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത്. നേരെ ഏകദേശം വെളുത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 5:45 ആയിട്ടുള്ളേ. പിന്നെ ഞാൻ സാമ്പാറിനുള്ള വേഗം പണി നോക്കുകയാണ്. അപ്പം പരിപ്പാട്ടോ ആദ്യം കുക്കറിൽ വെക്കുന്നത്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇന്ന് ദോശയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിനും കൂടെ എടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാട്ടോ അങ്ങനെ ഞാൻ ദോശയാക്കിയത്. അങ്ങനെ അത് വെച്ചതിന് ശേഷം വേഗം ഞാൻ അവിയലിൻ്റെ പണികളൊക്കെയാണ് നോക്കുന്നത്. പയറൊഴിച്ച് ബാക്കി എല്ലാ കഷ്ണങ്ങളും ഞാൻ ഇന്നലെ തന്നെ അരിഞ്ഞ് വെച്ചിരുന്നേ. പയർ പിന്നെ ഏട്ടൻ ഇന്നലെ രാത്രി വരുമ്പോഴാട്ടോ കൊണ്ടുവന്നത്. അതാണ് ഇപ്പം എടുത്ത് അരിയേണ്ട അവസ്ഥ വന്നത്. എല്ലാ സാധനങ്ങളും ഇന്നലെ തന്നെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പച്ചക്കറി അരിയൽ, തേങ്ങ രാകൽ, അങ്ങനത്തതൊക്കെ. പിന്നെ അരയ്ക്കുന്നതൊക്കെ ഇന്നാണ്. ഒക്കെ അരിഞ്ഞ് വെച്ചിട്ട് മാത്രമാണ് ചെയ്തത്. കുറച്ച് കഴിഞ്ഞപ്പം തന്നെ ഏട്ടൻ്റെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നേ എന്നെ സഹായിക്കാനായിട്ട്. അമ്മ അമ്പലത്തിലൊക്കെ പോയിട്ടാണ് വന്നത്. പിന്നെ എനിക്ക് ഇന്ന് എന്തായാലും ഈ തിരക്കിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ കഴിയില്ല. ഞാനതാണ് ഇന്നലെ അമ്പലത്തിൽ പോയത്. അമ്മ പുളി വെക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി ഇതൊക്കെ അരിഞ്ഞെടുക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഇന്നലെ തന്നെ അതൊക്കെ നന്നാക്കി വെച്ചുകൊണ്ട് ആ പണികളൊന്നും ഇല്ലായിരുന്നേ. ഒരു 8 മണിയാവുമ്പം തന്നെ ഞങ്ങളുടെ സദ്യേൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കാനും ചിക്കൻ ഫ്രൈ ആക്കാനും അതുപോലെ പായസം വെക്കാനേ ഉണ്ടായിരുന്നുള്ളേ. അതൊക്കെ പിന്നെ സാവധാനം ചെയ്യാമല്ലോ എന്ന് കരുതി. ഈ സദ്യ ഉണ്ടാക്കാനല്ലേ ഒരുപാട് സമയം എടുക്കുക. അങ്ങനെ അതൊക്കെ ആക്കി കഴിഞ്ഞേരെ ചായയൊക്കെ കുടിച്ചേരെ അമ്മ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് തറവാട്ടിലേക്ക് പോയേ. പിന്നെ ഞാൻ വേഗത പോപ്പിക്കുട്ടൻ്റെ ഫുഡൊക്കെ ആക്കാനാണ് നിന്നത്. അവൻ എപ്പോഴോ എണീറ്റതാണ്. നേരത്തെ കണി കാണാൻ എണീറ്റില്ലേ. അതിന് ശേഷം പിന്നെ കൂട്ടിലൊന്നും പോയിട്ടില്ലായിരുന്നേ. അപ്പം കുറച്ച് സീഡ് മിക്സൊക്കെ കൊടുത്തിട്ട് അതും തിന്ന് അങ്ങനെ കൊമ്പുമ്മൽ ഇരിക്കുകയായിരുന്നേ. ഇപ്പോൾ ആൾക്ക് ഫുഡ് കഴിക്കാനൊക്കെ നല്ല മടിയാട്ടോ. ഈ പാക്കറ്റ് ഫുഡ് കുറച്ച് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ തന്നെ തിരിച്ചു പോവും. അങ്ങനെ അവനൊക്കെ ഫുഡൊക്കെ കൊടുത്ത് കൂട്ടിലാക്കിയത്. പിന്നെ ഞാൻ അടുക്കളയ്ക്കൊന്ന് വൃത്തിയാക്കാനാണ് നിന്നത്. കുറേ പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാനായിട്ട്. ഉണ്ടാക്കിയതൊക്കെ ഞാൻ ഒഴിച്ച് വേറൊരു പാത്രത്തിലാക്കി അതൊക്കെ കഴുകിയിട്ടുണ്ട്. ഇങ്ങനെ പരന്ന് കിടക്കുന്നത് കാണുമ്പോൾ എന്തോ ഒരു മനസ്സമാധാനക്കേടാണ്. ഇനി പണിയുണ്ടെങ്കിലും എന്നാലും അതുവരെ ഒന്ന് വൃത്തിയായി നിൽക്കുമല്ലോ അല്ലേ. അങ്ങനെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടേരെ. പിന്നെ ഞാൻ വേഗം അലക്കാനുള്ളതൊക്കെ മിഷനിലിടുകയാണേ. ഇന്ന് ശരിക്കും അലക്കേണ്ട കാര്യമില്ല. പക്ഷേ ചിലപ്പോൾ ഞാൻ ഇന്ന് വീട്ടിൽ വൈകുന്നേരം പോയാലേ 2-3 ദിവസം നിൽക്കും. അപ്പോൾ അതുവരെ ഇങ്ങനെ മുഷിഞ്ഞത് ഇവിടെ കിടക്കണ്ടേ കരുതിയിട്ട് ഞാനത് മിഷനിലിട്ടിട്ട് വേഗം മുറ്റടിക്കാനാണ് വന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഒന്ന് നനച്ചിടുന്നുണ്ട് കേട്ടോ. ഇന്നലെ വൈകുന്നേരം ഞാൻ നനച്ചിട്ടില്ലായിരുന്നു. വൈകുന്നേരം നനച്ചാലും എന്നാലും പൊടിയൊക്കെ ഉണ്ടാവും. ഇപ്പം അങ്ങനത്തെ ചൂടും ഒക്കെ ആയതുകൊണ്ട് വേഗം മുറ്റത്ത് നനച്ചിട്ടാൽ അപ്പം തന്നെ വലിഞ്ഞു പോവും. ഇന്നലെ വൈകുന്നേരം മുറ്റടിച്ചുകൊണ്ട് അധികം ചവലിയൊന്നും ഉണ്ടായിരുന്നില്ലേ. പിന്നെ ഈ പടക്കം പൊടിച്ചതിൻ്റെ കടലാസും അതുപോലെ മേശപ്പൂ, നിലച്ചക്രം അതൊക്കെ ആട്ടോ അധികം ഉണ്ടായിരുന്നത് മുറ്റത്ത്. ഏട്ടന് ഞാൻ ചെറിയൊരു പണി കൊടുത്തതാണ്. ഇന്നലെ ഞങ്ങൾ കണി വെക്കാൻ വേണ്ടി ഒരു ചെറിയ ചക്ക പറിച്ചില്ലായിരുന്നോ, അതിൻ്റെ മുകളിലുള്ള മൂത്ത ചക്കയൊക്കെ ഇങ്ങനെ പഴുത്ത് വീഴുകയാണ്. അപ്പോൾ ഒരു 4 എണ്ണം വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് ആ റിങ്ങില്ലേ അതിൽ കൊണ്ടിടുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ പുറത്തിട്ടാൽ നിറച്ച് ഈച്ചയും കൊതുകും വന്നിട്ട് ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. സിയക്കുട്ടി കുളിച്ചൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ വരുമ്പോഴേക്കും അവൾ മിഷനിലുള്ളതൊക്കെ വെള്ളമൊക്കെ പോക്കി ഡ്രയറിലൊക്കെ ഇട്ട് ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ എനിക്കത് ആറിടാനും കൂടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ അത് ആറിക്കെട്ട് വന്നേരെ പിന്നെ ദോശ ചൂടാനാണ് നിന്നത്. ഇവിടെ എല്ലാവർക്കും ദോശ ചൂടോടെ കഴിക്കാനാണ് ഇഷ്ടം. ആദ്യം ഇങ്ങനെ ചുട്ട് വെച്ചാൽ അതവിടെ കിടക്കുകയുള്ളൂ. ചൂടില്ല വേണ്ടെന്ന് പറഞ്ഞിട്ട് ആരും കഴിക്കില്ല. നേരത്തെ ഞാൻ അമ്മയ്ക്ക് ചുട്ട് കൊടുക്കുമ്പോൾ ഞാനും ചായ കുടിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഏട്ടനും സിയയ്ക്കും മാത്രം ഉണ്ടാക്കാനായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ.
അങ്ങനെ സിയയ്ക്ക് കഴിക്കാനുള്ളതൊക്കെ കൊടുത്തേരെ പിന്നെ ഞാൻ വേഗത ചിക്കൻ കറീൻ്റെ പണിയൊക്കെ നോക്കുകയാണേ. ഉള്ളിയൊക്കെ ഇന്നലെ തന്നെ അരിഞ്ഞു വെച്ചിരുന്നു. അതുപോലെ ചിക്കൻ ഫ്രൈ ആക്കാനുള്ള മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിലാക്കി വെച്ചിട്ടുണ്ട്. ഇനിയൊന്ന് പൊരിക്കേണ്ട കാര്യമേ ഉള്ളൂ. ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ പൊടികളായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ചിക്കനൊക്കെ എന്നിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുന്നുണ്ട്. ഇനി അതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അവിടെ ഇനി നന്നായി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ മൂടി വെക്കുകയാണ്. ചിക്കൻ കറി ഞാൻ ചെറിയ ഗ്യാസുമ്പിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം പാലാണ് പായസത്തിന് തിളപ്പിക്കാൻ വെച്ചത്. അപ്പോൾ അച്ചച്ചനൊക്കെ വന്നിട്ടുണ്ട്. സിയയ്ക്ക് ആദ്യം തന്നെ വന്നപാടനെ കൈനീട്ടാണേ കൊടുത്തത്. അച്ചമ്മയും അച്ചച്ചനും കൂടെ ഒരുമിച്ചാണേ വന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞേരം കേട്ടോ ഏച്ചിയും മക്കളൊക്കെ വരുന്നത്. ഏട്ടൻ കൊലായിലിരിക്കുന്നത് കണ്ടിട്ടാട്ടോ ചെറുതിങ്ങനെ തല താത്തി നിൽക്കുന്നത്. അല്ലെങ്കിൽ ആൾ ഉഷാറാട്ടോ ഇവിടെ വന്നാലൊക്കെ. ഏട്ടനെ കാണുമ്പോൾ ഒരു നാണൊക്കെയാണ്, തല തിരേ മുകളിലേക്ക് പൊന്തിക്കൂല. പിന്നെ മൂന്നാളും കൂടെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ടി വി കാണുക കേട്ടോ. അവർക്ക് പിന്നെ കാർട്ടൂൺ എന്തെങ്കിലും കണ്ടാൽ അങ്ങനെ അവിടെ ഇരുന്നോളും. പിന്നെ ഏച്ചി പായസത്തിൻ്റെ പണിയൊക്കെയാണേ നോക്കുന്നത്. നേരത്തെ പാല് തിളപ്പിച്ച് വെച്ചിട്ടില്ലായിരുന്നോ, അപ്പോൾ അതിലേക്ക് സേമിയ മിക്സൊക്കെ ഇട്ടിട്ട് ഇനി നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണ്ടേ. അപ്പോൾ ആ ഒരു ഡ്യൂട്ടി ഏച്ചി എടുത്തെടുത്തിട്ടുണ്ട്. സേമിയ പായസം ആയതുകൊണ്ട് അധിക നേരം ഒന്നും ഇളക്കേണ്ട ആവശ്യം വന്നില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ആവുമല്ലോ. അങ്ങനെ അതൊക്കെ ആയി കഴിഞ്ഞേരം പിന്നെ ഞങ്ങൾ സർബത്താണ് കലക്കുന്നത്. ഈ ചൂടത്ത് ഇപ്പം ചായ ഒന്നും ആർക്കും വേണ്ട കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സർബത്താണ് ഉണ്ടാക്കിയത്. അച്ഛൻ പിന്നെ വെള്ളം കുടിക്കാൻ നിന്നില്ല കേട്ടോ. അച്ഛൻ ചായ കുടിച്ച് വന്നതാന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയപ്പം മാത്രമാണ് കഴിച്ചത്. അച്ഛൻ ഇപ്പോൾ അവിടെ അല്ലേ ഇങ്ങനെ അനിയന്മാരെ വീട്ടിലേക്കൊക്കെ പോവുകയാണ്. അവിടെ വീടൊക്കെ ഈ ചുറ്റോട് ചുറ്റുകയാണ്. ഇങ്ങനെ ഓണം വിഷുവിൻ്റെ ദിവസമൊക്കെ എല്ലാ വീട്ടിലും പോകട്ടോ. അപ്പോൾ അവിടെ പോയി വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അതുപോലെ ഹസ്ബൻഡിൻ്റെ ഏട്ടനും ഇവിടെ ഇല്ല കേട്ടോ, ഉച്ചയാവും എത്താനായിട്ട്. അവർക്ക് എന്നും ജോലിക്ക് പോകണേ, ഷാപ്പിലാണ് കേട്ടോ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊന്നും ഇതുപോലത്തെ ദിവസങ്ങളിലൊന്നും ലീവ് ഉണ്ടാവില്ലല്ലോ, ഉച്ചയാകുമ്പോഴത്തേക്ക് എത്തും. അങ്ങനെ ഒരു 12:30 ആകുമ്പോഴത്തേക്കും തന്നെ ഞങ്ങളുടെ എല്ലാ വിഭവങ്ങളും ആയിട്ടുണ്ടായിരുന്നേ. ചിക്കൻ പൊരിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആദ്യം അച്ചച്ചനും മക്കളും കേട്ടോ കഴിച്ചത്. മക്കൾസൊക്കെ വലുതായി തുടങ്ങിയപ്പോൾ ഇങ്ങനെ 2 ട്രിപ്പായിട്ടാട്ടോ ഞങ്ങളിവിടെ കഴിക്കാറുള്ളത്. അല്ലെങ്കിൽ ആദ്യമൊക്കെ ആണെങ്കിൽ ഞങ്ങൾ 6 ആളും കൂടെ ഒരുമിച്ചേനി കഴിക്കുക, മക്കളൊക്കെ ആവുന്നതിൻ്റെ മുമ്പേ. അവരെല്ലാവരും കഴിച്ച് കഴിയാറായപ്പം തന്നെ ബിജോഷേട്ടനും ഷാപ്പിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ 5 ആളും കൂടെ ഒരുമിച്ചിരുന്നു കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞേരെ എല്ലാ പാത്രങ്ങളും ഒക്കെ കഴുകി തന്നിട്ട് അവരെല്ലാവരും തറവാട്ടിലേക്ക് പോയേ. എല്ലാവർക്കും കിടക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിഷുവൊക്കെ ദിവസമൊക്കെ ആകുമ്പം എല്ലാവരും നേരത്തെ എണീക്കുന്നതല്ലേ. പിന്നെ ഈ കണി വെച്ചൊന്നും കഴിഞ്ഞാൽ ചിലവരൊന്നും കിടക്കൂല. കണി വെക്കുന്ന ആൾക്കാർ കിടക്കരുത് എന്നാണല്ലോ പറയുക. അങ്ങനെ കേട്ടിക്കുന്നു കേട്ടോ, അതാണേ പറഞ്ഞത്. എൻ്റെ അമ്മയൊന്നും കിടക്കാറില്ല. പിന്നെ അതിന് ശേഷം പണികൾ ഉണ്ടാകുമല്ലോ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാനുള്ളതും ഒക്കെ ആയിട്ട്. അങ്ങനെ അവരൊക്കെ കിടക്കാനായിട്ട് പോയിട്ടോ. പിന്നെ എനിക്ക് അടുക്കളയ്ക്കൊന്ന് അടിച്ചു വാരാനും തണിയൊക്കെ തുടയ്ക്കാനും അതുപോലെ ഡൈനിങ് ടേബിളൊക്കെ ഞങ്ങൾ ഭക്ഷണം എല്ലാവർക്കും കൂടെ കഴിക്കാനായിട്ടുണ്ടല്ലോ മുമ്പോട്ട് നീക്കിയിട്ടതായിരുന്നു. ഞാനും ചേച്ചിയും കൂടി അതൊക്കെ നല്ലപോലെ ഒന്ന് സെറ്റാക്കി വെക്കാനും അങ്ങനെ ഒക്കെ ഒന്ന് ഒതുക്കി വെക്കാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നിന്നത് ഉണ്ണിയപ്പം ഉണ്ടാക്കാനാണ്. എൻ്റെ വീട്ടിലേക്ക് പോകുമ്പം കൊണ്ടുപോകാനായിട്ട്. അവിടെ അമ്മ നെയ്യപ്പം ചുട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്, കുറച്ചെണ്ണം കണി വെക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ ഞാൻ ഉണ്ണിയപ്പം ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോൾ അമ്മ കൊണ്ടുവരണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, അവർക്ക് ടേസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ ആക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കഴുകി വെച്ച പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നേ. ഇതിൽ കുറേയൊക്കെ ഞാൻ തിരെ എടുക്കാത്ത പാത്രങ്ങളാണ് റാക്കിൻ്റെ മുകളിൽ നിന്ന് ഇറക്കിയത്. അപ്പോൾ ഒക്കെ ഉണങ്ങിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ പെട്ടിയിലാക്കിയിട്ട് തിരിച്ച് വെക്കാമല്ലോ എന്ന് കരുതിയിട്ടാട്ടോ ഒക്കെ ഉണക്കി കൊണ്ടുവെക്കുന്നത്. അതുപോലെ വെളുക്കും ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നേ. ആ വെളുക്കൊന്നും ഞാൻ അങ്ങനെ കത്തിക്കാൻ എടുക്കലില്ല, ഞാൻ ചെറിയ വെളുക്കല്ലേ കത്തിക്കാറുള്ളത്. അപ്പം വരുന്നവരെ അങ്ങനെ ഇട്ടേച്ചാലേ ഒന്നായിട്ട് പച്ച കളറ് പിടിച്ചു വെളുക്കിലൊക്കെ.
അപ്പോൾ ഇപ്പം തന്നെ കഴുകി വെക്കുകയാണെങ്കിൽ എനിക്കത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഷോക്കേസിൽ എടുത്ത് വെക്കാമല്ലോ. അതിനുശേഷം പിന്നെ എനിക്ക് അലക്കിയിട്ട തുണികളൊക്കെ ഒന്ന് എടുത്ത് വെക്കാനുണ്ടായിരുന്നു. മുകളിൽ തന്നെ ഇട്ടേച്ച് പോയാൽ പൊടി പാറിയിട്ട് ആറിയിട്ടതിന് ഒരു കാര്യം ഉണ്ടാവില്ല. ഞാൻ വരുന്നവരെ മുകളിൽ ഷീറ്റിൻ്റെ അടിയിൽ ഇട്ടേച്ച് പോയാലേ അപ്പോൾ ഉണങ്ങിയതൊക്കെ ഞാൻ അലമാരയിലൊക്കെ എടുത്ത് വെച്ചിട്ടോ. എത്ര ദിവസം നിൽക്കുന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പം 2 ദിവസത്തേക്കും ചിലപ്പം 3-4 ദിവസം നിൽക്കും. ഞങ്ങൾ അവിടെ പോയാലാണ് ഏട്ടനെ ഓരോ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുക കമ്പനിക്കാരെ കൂടെ. ഞങ്ങൾ ഫാമിലി ആയിട്ട് ട്രിപ്പ് പോകുന്ന കാര്യമല്ലേ പറഞ്ഞത്. അവർ ഏട്ടനും ഫ്രണ്ട്സുകളും ട്രിപ്പ് പോകുന്ന കാര്യമാണ്. ഞങ്ങൾ വീട്ടിൽ പോയാൽ അപ്പോൾ ഏട്ടൻ ഇങ്ങനത്തെ ഓരോ ചിന്തകളുണ്ടാവും ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രിപ്പ് പോകുക എന്നുള്ളത്. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ലാതെ ഞങ്ങളെ ട്രിപ്പൊക്കെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ എല്ലാ കൊല്ലവും ഏട്ടൻ്റെ ഓഫീസിൽ നിന്ന് അവിടെ സ്റ്റാഫും ഫാമിലി അങ്ങനെയായിട്ട് കുറച്ച് തോനെ ആൾക്കാരായിട്ട് ബസ്സിലൊക്കെ പോകാറുണ്ട്. പിന്നെ അല്ലാതെ ഫ്രണ്ട്സും ഭാര്യമാരും കൂടെ അങ്ങനെ പോകാറുണ്ട്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഏട്ടമ്മ തനിച്ച് പോയാലും പിന്നെ പോപ്പിയുള്ളതുകൊണ്ട് ഇപ്പം അങ്ങനെ ഇഷ്ടമല്ല പോകാനായിട്ട്. അതിനിവിടെ ഒറ്റയ്ക്ക് ഇട്ടേച്ച് പോകണ്ടേന്ന് കരുതിയിട്ടേ. പോപ്പി വന്നിട്ട് ഇപ്പോൾ ഒരു 3-4 മാസമായില്ലേ, അതിനുള്ളിൽ ഞങ്ങൾ പോയില്ല. ആദ്യത്തെ തത്ത ഉണ്ടാകുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു, ഇങ്ങനെ അതിനൊറ്റയ്ക്ക് ഇട്ടേച്ച് പോകാനായിട്ട്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളിങ്ങനെ തറവാട്ടിൽ കൊണ്ടു കൊടുക്കുക ചെയ്യുക തത്തേനെ. അത് പിന്നെ ഒറ്റയ്ക്കൊക്കെ ഫുഡ് കഴിക്കുന്നതുകൊണ്ട് അതിന് ഇട്ട് കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തേരെ പിന്നെ ഒരു 5:30 ആകുമ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണേ, പോപ്പിക്കൊട്ടനൊക്കെ ആയിട്ട്. അപ്പം പോകുന്നതിൻ്റെ മുമ്പ് തന്നെ അവന് കഴിക്കാനൊക്കെ ഉള്ളത് കൊടുത്തിട്ടാട്ടോ പോകുന്നത്. പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് പിന്നെ വീട്ടിലേക്ക് പലഹാരമൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചതാ. പോപ്പിക്കുട്ടനെ വന്ന പാടനെ കൂട്ടിലൊക്കെ ആക്കി. സിയക്കുട്ടി ഇതാ നമ്മുടെ അയാൻകുട്ടന് വിഷു കൈനീട്ടാണ് കൊടുത്തത്. ഞങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് തന്നെ അവരെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടിയതിൻ്റെ സന്തോഷമാട്ടോ അവന്. പിന്നെ സിയമോൾ ഇതാ വേഗം അമ്മച്ചനും അമ്മമ്മയ്ക്കുള്ള ഗിഫ്റ്റൊക്കെ കൊടുത്തു കേട്ടോ. ഞാൻ അന്ന് ഷോപ്പിങ്ങിന് പോയപ്പം പറഞ്ഞിട്ടില്ലായിരുന്നോ ഞങ്ങൾ അച്ഛനും അമ്മയ്ക്കും അവിടുത്തെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഡ്രസ്സ് വാങ്ങി എന്നുള്ളത്. അവർക്ക് പിന്നെ ഞാൻ അന്ന് വാങ്ങി അന്ന് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്കുള്ളത് പിന്നെ ഞങ്ങളിങ്ങനെ വിഷുവിനും ഓണത്തിനൊക്കെ വരുന്ന ദിവസമാട്ടോ കൊടുക്കുക. അമ്മേൻ്റെ ചുരിദാർ ഇതായിരുന്നേ, ഒരു ക്രീം കളർ ചുരിദാറും അതിന് റെഡ് പാൻറ് ഷാളായിരുന്നു. അച്ഛന് പിന്നെ ഞങ്ങൾ ഷർട്ടിൻ്റെ തുണിയാട്ടോ വാങ്ങിച്ചത്. പിന്നെ വീട്ടിൽ നിന്ന് ഇടാൻ പറ്റിയ കളർ മുണ്ടില്ലേ അതുമാണ്. അനിയത്തീൻ്റെ ഹസ്ബൻഡും ഏട്ടനും കൂടെ പുറത്ത് പോയതാട്ടോ. വന്നപാടന്നെ അവരിപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയിക്കുന്നേ. വിഷു ആയിട്ട് അമ്മ പുതിയ അടുപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. പഴയ അടുപ്പ് ഏകദേശം പൊട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ലൊരു അടുപ്പ് എനിക്കിഷ്ടമായി. ചായ ഒന്നും കുടിക്കാനൊന്നും നിന്നില്ലേ. ഞങ്ങളിതാ ഇരുടാവുന്നതിൻ്റെ മുമ്പ് വേഗം മേമേൻ്റെ വീട്ടിലേക്ക് വന്നാണ്. എല്ലാ പ്രാവശ്യം ഞങ്ങൾ ഓണത്തിനും വിഷുവിനും ഒക്കെ വരുമ്പോൾ ഇങ്ങനെ ഇവിടേക്ക് വരും കേട്ടോ. ഇവിടെ അമ്മമ്മ ഉണ്ടായിരുന്നേ. അമ്മമ്മ ഇപ്പം മരിച്ചിട്ട് ഇതാ 1 കൊല്ലമാവുന്നുള്ളൂ. മേമ ദാ വെളുക്കൊക്കെ കത്തിക്കാൻ നിൽക്കുകയായിരുന്നേ. ദാ ഈ ഒരു അമ്പലല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കുറേ ആയി ഇങ്ങനത്തെ വാങ്ങണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇത് വെക്കാനുള്ളൊരു സൗകര്യം ഞങ്ങളെ വീട്ടിലില്ല. അതാണ് വാങ്ങാൻ ഇത്ര താമസിക്കുന്നത്. അതുപോലെ എനിക്കിതാ ഈ ഒരു തൂക്കുവിളക്കും ഇഷ്ടമാണ്. എനിക്ക് ഓർമ്മയുള്ള കാലം മുതലേ ഇവിടെ ഇങ്ങനത്തെ ഈ തൂക്കുവിളക്കാണ് അവർ ഉപയോഗിക്കാറുള്ളത്. അങ്ങനെ വെളുക്ക് കൊളുത്തലൊക്കെ കഴിഞ്ഞേരെ പിന്നെ ദാ മേമ കോമ്പല പൊട്ടിക്കാൻ പോവാണ്. ഈ മേമയ്ക്ക് ഇങ്ങനത്തെ ഇതിനൊക്കെ ഭയങ്കര ഉഷാറാട്ടോ, പടക്കം കത്തിക്കാനും പൂത്തിരി എത്തിക്കാനൊക്കെ. ഞങ്ങൾ കുറച്ച് ഉണ്ണിയപ്പോൾ അങ്ങോട്ട് അവർക്കും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതാട്ടോ അവരെല്ലാവരും കഴിക്കുന്നത്. അവിടെ ചെന്നപ്പോഴാട്ടോ ഞാൻ അറിയുന്നത് എനിക്ക് മേമ ഒരിതാ ഫ്രോക്ക് നൈറ്റിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടെന്ന്. വിഷു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ എൻ്റെ പിറന്നാളാട്ടോ. അപ്പോൾ എനിക്ക് സർപ്രൈസായിട്ട് ഒരു ഫ്രോക്ക് നൈറ്റിയൊക്കെ കിട്ടിയിട്ടോ. അതിൻ്റെ സന്തോഷമാട്ടോ മുഖത്ത് കാണുന്നത്. ഇവിടെ വിഷു ആയിട്ട് അവരൊന്ന് സദ്യ ആട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എല്ലാ വിഭവങ്ങളൊന്നുമില്ല, എന്നാലും പായസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടുന്ന് കുറച്ച് പായസമൊക്കെ കുടിച്ചേരിയാണേ പോകുന്നത്. നാളെ നമുക്ക് എല്ലാവർക്കും കൂടെ ചെറുതായി ഒന്ന് കറങ്ങാൻ പുറത്ത് പോകാമെന്നൊരു ചെറിയ പ്ലാനൊക്കെ ഇട്ടിട്ടാട്ടോ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. നാളെ മേമയ്ക്ക് പണിക്ക് പോകാനില്ല, പിന്നെ അതിൻ്റെ അടുത്ത ദിവസമായാലും തീരെയും കഴിയില്ല. അങ്ങനെ അവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇരുടായിക്കുന്നേ ഞങ്ങളിതാ അവിടെ നിന്ന് പോരുമ്പം വീട്ടിലെത്തിയാൽ പിന്നെ ഇതാ അനിയത്തിയും മക്കളും കൂടെ അവിടെ അമ്മച്ച വാങ്ങി വെച്ച പടക്കങ്ങളൊക്കെ പൊട്ടിക്കാനുള്ള പ്ലാനാണ്. ഇവിടെ ഇങ്ങനെ കൊലായിലിരുന്നാൽ ഞങ്ങൾ കുറച്ചൊരു ഹൈറ്റുള്ള സ്ഥലമായതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ അമിട്ട് പൊട്ടുന്നൊക്കെ കാണാൻ കഴിയേ. അപ്പോൾ അതൊക്കെ കണ്ടതാ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. എൻ്റെ ഈ വിഷു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ ഹൈപ്പും ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്.